ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാതെ മുങ്ങി നടക്കുന്ന ബാലഗോപാലിനെ വളഞ്ഞിരിക്കുകയാണ് ആളുകൾ. ഉറപ്പു പറഞ്ഞ പിണറായി എവിടെ കാശ് കിട്ടണം, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് തന്നെ അങ്ങ് വരും. സർക്കാർ കയ്യാലപ്പുറത്തിരുന്ന് ആടുമ്പോൾ അപ്പുറത്ത് CPM-ന്റെ പുതിയ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും. കൂടാതെ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കും. ഇതോടെ തല കറങ്ങി താഴെ വീണിരിക്കുകയാണ് ധനമന്ത്രി. CPM ഇതെന്ത് മുന്നിൽ കണ്ടാണ് വാഗ്ദാനം കൊടുക്കുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ബാലഗോപാല എന്ന് പിണറായിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ചു സമയവും മാത്രമേ മുന്നിലുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റും പെൻഷൻ കൊടുത്തുമാണല്ലോ പിടിച്ചു നിൽക്കുന്നത്. CPM-ന്റെ ഒടുക്കത്തെ പിടിവള്ളികളാണ് ഇത് രണ്ടും. വീണ്ടും അതുതന്നെ പയറ്റാനാണ് തീരുമാനം. ഇതാ എന്റെ രാജിക്കത്ത് പേടിച്ചോളിൻ AKG സെന്ററിലെത്തി ബാലഗോപാലിന്റെ പ്രഖ്യാപനം. നയാ പൈസ ഖജനാവിലില്ല, കഴുത്തറ്റം കടം. അതിന്റെ കൂടെ പിണറായിയുടെ ധൂർത്ത്. ധനമന്ത്രി മറ്റു വകുപ്പ് മന്ത്രിമാരുടെയും ജനങ്ങളുടെയും തല്ല് മേടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ക്ഷേമ പെൻഷൻ 2500 ആക്കണമെന്ന പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുന്നതിനോടൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് LDF-ന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് പാലിച്ചേ പറ്റുവെന്ന പാർട്ടിയുടെ നിലപാട്. കുടിശ്ശിക തന്നെ കടമെടുത്താണ് വീട്ടുന്നത്. അപ്പോഴാണ് അടുത്ത പ്രഖ്യാപനങ്ങൾ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അടുത്ത ബജറ്റിലെങ്കിലും അതുണ്ടായാൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള 2026 ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ജനം കണക്കാക്കൂവെന്നതാണ് അഭിപ്രായം. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി KN ബാലഗോപാൽ എന്ത് ജാലവിദ്യ പ്രയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ, എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യാം, നമുക്ക് നോക്കാമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത്. അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും. എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കിടന്നാൽ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നതാണ് ധനവകുപ്പിന്റെ അഭിപ്രായം.